കഴിഞ്ഞ ദിവസം നേരിട്ട് കാണാൻ വേണ്ടി ഇവിടെ വന്നൊരു കുടുംബം, ഉപ്പയും ഉമ്മയും 2 മക്കളും അടങ്ങിയ ഒരു ചെറിയ ഫാമിലി ആയിരുന്നു. വളരെ ദുഃഖത്തോടെയും പ്രയാസത്തോടു കൂടെയും അവർ പറഞ്ഞ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ പെടുകയും ആ ആക്സിഡൻറ്റിൽ ഈ 2 മക്കൾക്കും പുറമെ മൂത്ത ഒരു പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു. ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഏകദേശം 15 ലക്ഷത്തോളം രൂപ ICUയിലും വെന്റിലേറ്ററിലുമൊക്കെ ആക്കി ചെലവഴിച്ചു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ അചഞ്ചലമായ വിധിക്കുത്തരം നൽകി എൻ്റെ പ്രിയപ്പെട്ട മോൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെയും ഉമ്മയുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അത്രത്തോളം വിഷമത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അവർ പറഞ്ഞത് തന്നെ ആ ബാധ്യത അവർക്കിപ്പോഴും തീർക്കാനും വീട്ടാനും സാധിച്ചിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ബാധ്യതകൾ ബാക്കിയുണ്ട്. കടം വീടാൻ എന്തെങ്കിലും ഒരു മാർഗം വേണം, ജീവിതത്തിൽ റാഹത്ത് വേണം, സന്തോഷം വേണം എന്നൊക്കെയുള്ള പരിഭവങ്ങളായിരുന്നു. ജീവിതത്തിൽ ഇതുപോലെ നമ്മെ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെയും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്തരം അപകടങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇത്തരം പ്രതിസന്ധികൾ മരണം വരെ വേട്ടയാടുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതിൽപ്പെട്ടതാണ് അകാലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പൊലിഞ്ഞു പോകുക, നമ്മുടെ മക്കളുടെ ജീവൻ നമ്മുടെ ജീവിതകാലത്ത് തന്നെ അവസാനിക്കുക എന്നുള്ളത്. അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. മരണം വരെ അത് വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ ഓർമ്മകൾ വീടിൻ്റെ അകത്തളങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ റൂമിലും എൻ്റെ മകളുണ്ടോ, മറ്റുള്ളവരുടെ മക്കളെ കാണുമ്പോൾ എൻ്റെ മകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഇത്രയും പ്രായമുണ്ടാകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത്തരം ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും ദുരന്തങ്ങളെ തൊട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ കാവല് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനിന്ന് പറയുന്നത്, ഇത്തരം അപകടങ്ങളും ആഫത്തുകളും മുസീബത്തുകളും അള്ളാഹുവിൻ്റെ ഖളായിലുള്ളതാണ്. ഈ ഖളാവും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളൊക്കെ അള്ളാഹു മാറ്റും. ദുആ കാരണമായിട്ട്, ചില ദിക്റുകൾ കാരണമായിട്ട്, ചില അമലുകൾ കാരണമായിട്ട്. ഇന്ന് അത്തരം ചില അമലുകളാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ടത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് കുറേ ആളുകൾ അഡ്മിഷന് വന്നു. പലർക്കും നമ്മൾ അഡ്മിഷൻ ഇൻ്റർവ്യൂവിനുള്ള അവസരം കൊടുത്തു, അഡ്മിഷൻ എടുത്തു, ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ ടൈമിലുള്ള ക്ലാസ്സുകൾ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളെയൊക്കെ ദീനി ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മതബൗദ്ധിക വിദ്യാഭ്യാസം നൽകി, വിദ്യാഭ്യാസവും നൽകി, നല്ല രൂപത്തിൽ ആത്മീയാന്തരീക്ഷത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന നമ്പറിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാടിനുപകരിക്കുന്ന, ദീനിനുപകരിക്കുന്ന, മാതാപിതാക്കൾക്ക് കൺകുളിർമയാകുന്ന നല്ല മക്കളായിട്ട് അവരെ തിരിച്ചു നൽകാൻ സാധിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ് ചേർക്കാമെന്നൊക്കെ പറയുമ്പോഴേക്ക് അവരുടെ ചിന്തകളും മനസ്സുകളൊക്കെ അതിൽ നിന്ന് മാറി അവർ നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ആയി. പിന്നെ അവരെ തിരിച്ച് നമ്മളിത്തരം സംവിധാനങ്ങളിലേക്ക് ആക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തിയിട്ട് അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തണം. മഹാനരായ അശ്ശൈഖ് യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ 70 തവണ യാ റാഫിഉ യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലി ദുആ ചെയ്യുകയാണെങ്കിൽ അവന് സഞ്ചരിക്കുന്ന വഴി സംഘർഷഭരിതമല്ലാത്ത വഴിയായിരിക്കും. അവന് തർക്കങ്ങളിലോ ആഫത്തുകളിലോ മുസീബത്തുകളിലോ പെടേണ്ടി വരില്ല. സുരക്ഷിതമായ സ്ഥലങ്ങളിലാണ് അവൻ എത്തിപ്പെടുക. അവൻ എത്തിപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം സുരക്ഷിതത്വമുള്ള നല്ല സംരക്ഷണമുള്ള സ്ഥലമായിരിക്കും എന്നുള്ളതാണ്. അപകടങ്ങളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും രക്ഷ ലഭിക്കാൻ ഈ ഇസ്മ ഒരു കാരണമാകുമെന്ന് മഹാനരായ യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സംരക്ഷണം, കവചം അവനക്ക് നൽകപ്പെടും. നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം, ചൊല്ലണം. അതോടൊപ്പം തന്നെ ഈ ഇസ്മ നമുക്ക് ചൊല്ലാവുന്നതാണ്. 70 തവണ ഇത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. യാ റാഫിഉ യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ് എന്ന് ചൊല്ലാൻ വളരെ എളുപ്പമാണ്. ഏതൊരു സാഹചര്യത്തിലും നമ്മെ സംരക്ഷിക്കുന്നവനും
നമുക്ക് സുരക്ഷിതത്വം നൽകുന്നവനും ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്താണ്. സുരക്ഷിതമല്ലാത്ത നാടുകളിലും സ്ഥലങ്ങളിലും അമ്പിയാക്കൾക്കും അനുയായികൾക്കും സത്യവിശ്വാസികൾക്കും അള്ളാഹു സംരക്ഷണം നൽകിയത് നമുക്കൊക്കെ എത്രയോ ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ. അക്രമാസക്തമായി നിൽക്കുന്ന ഒരു പറ്റം ശത്രുക്കൾക്കിടയിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു ധൈര്യത്തിലാണ് സഞ്ചരിച്ചത്, എത്ര ധൈര്യത്തോടെയാണ് യാത്ര ചെയ്തത്. ആർക്കും അവരെ പിടികൂടാൻ സാധിച്ചില്ലല്ലോ, ഹബീബായ തങ്ങളെയും കൂടെയുള്ളവരെ സ്വഹാബാക്കളെയൊന്നും. എന്താണ് കാരണം? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണമുണ്ടായി എന്നുള്ളതാണ്. വലിയ വലിയ യുദ്ധങ്ങൾക്ക് രംഗം യുദ്ധവേളയിലേക്കെത്തുമ്പോൾ, യുദ്ധത്തിൻ്റെ രണാങ്കണത്തിലെത്തുമ്പോൾ ശത്രുക്കൾക്ക് അത്രയും കോൺഫിഡൻ്റാണ്. ഇവർ തുച്ഛമാളുകൾ മാത്രമാണെന്ന് പറഞ്ഞിട്ടല്ലേ. ബദ്ർ യുദ്ധമൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. 1000-ഓളം വരുന്ന ശക്തരും മല്ലരുമായ ഭക്ഷണം കഴിച്ച് ആരോഗ്യ ദൃഢഗാഢരായ വലിയ സൈന്യമാണ് ശത്രുക്കളുടേത്. 1000-ലധികം വരുന്ന ആളുകൾ. അവരുടെ അടുക്കൽ അവർ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ 30-40 20 ഒട്ടകങ്ങൾ അറുത്ത് ആ ഒട്ടകത്തിൻ്റെ ഭക്ഷണവും കഴിച്ച് അവർ നല്ല ആരോഗ്യവാന്മാരായിട്ടാണ് യുദ്ധക്കളത്തിലേക്ക് വരുന്നത്. അവരുടെ കൂടെ ആയുധങ്ങളുണ്ട്, എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും അവരുടെ കൂടെയാണ്. സ്വഹാബാക്കളിലേക്ക് നോക്കുമ്പോൾ കേവലം 1/3 ഭാഗങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 1/3 ആളുകൾ മാത്രമാണ്, സ്വഹാബാക്കൾ മാത്രമാണ് ബാക്കിയുള്ളത്. 300 ചില്ലറ ആളുകൾ. ഞങ്ങളൊന്ന് ഒന്നിച്ചിരുന്ന് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകുന്ന അത്രയേ ഉള്ളൂ എന്ന് പരിഹസിച്ച് പറയുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തിന് എങ്ങനെയാണ് വിജയിക്കാൻ സാധിച്ചത്? തികഞ്ഞ വിശ്വാസം, തികഞ്ഞ ആത്മീയമായ അർപ്പണബോധമുണ്ടായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലേ രാത്രിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ അസാബ, അള്ളാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഫലാ തുഅ്ബദു ഫിൽ അർളി അബദ, പിന്നെ ഈ ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് ദുആ ചെയ്തപ്പോൾ ആ ദുആ സ്വീകരിക്കപ്പെട്ടു. അള്ളാഹു പറഞ്ഞ വാഗ്ദാനം നിറവേറ്റി. അപ്പോൾ നമ്മുടെ ദുആ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കാരണമാകും. ചില ദിക്റുകൾ അതിനുണ്ട്. അള്ളാഹു എല്ലാം നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുതി വെച്ചതൊക്കെ അള്ളാഹു മാറ്റുമോ, അത് തീരുമാനങ്ങളൊക്കെ മാറ്റിത്തിരുത്തുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതെ, ദുആ കാരണമായിട്ട് നിങ്ങൾ നോക്കൂ, കുടുംബ ബന്ധം പുലർത്തിയാൽ ആയുസ് നീട്ടിക്കിട്ടും, ദീർഘായുസ് ഉണ്ടാകുമെന്ന ഹദീസിലുണ്ട്. അപ്പോൾ എങ്ങനെ അത് കുടുംബ ബന്ധം പുലർത്തിയാൽ ദീർഘായുസ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യം എങ്ങനെ മാറ്റുക? അപ്പോൾ അതാണ് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചത്. ഇവൻ 40 വയസ്സ് വരെ ജീവിക്കാനാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായിട്ട് പറഞ്ഞുതരാണ്. 40 വയസ്സ് വരെ ജീവിക്കാനാണ് തീരുമാനം എന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെക്കും. എന്നിട്ട് അതിനോട് കൂടെ തന്നെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാണ്, ഇവൻ 2025-ൽ 2026-ൽ ഇവൻ ഒരു കുടുംബ ബന്ധം ചേർക്കും. ആ ചേർക്കുന്നത് കാരണമായിട്ട് 40 എന്നുള്ളത് വീണ്ടും അതിൻ്റെ ആയുസ് കൂടും, ഒരു 50-ലേക്ക് മാറും. അതും അള്ളാഹു നേരത്തെ അവിടെ തീരുമാനിച്ചു വെച്ചതുണ്ട്. അപ്പോൾ അള്ളാഹു തീരുമാനിച്ചതിനോടായി. അള്ളാഹു യംഹുല്ലാഹു മായശ, അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു മാറ്റി, അത് മായ്ച്ചു കളഞ്ഞിട്ട് അള്ളാഹു പുതിയതായിട്ട് തീരുമാനങ്ങൾ അവിടെ ചേർക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വിശദീകരിച്ചതാണ്. അപ്പോൾ നമ്മുടെ ദുആ, നമ്മൾ യാ റാഫിഉ എന്ന് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ഖളാ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കാനുണ്ടെങ്കിൽ അത് മാറ്റപ്പെടാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ദുആഇന് അർത്ഥമുണ്ടോ? അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ദുആ അത് മുഅ്മിനിൻ്റെ ആയുധമാണ്, വജ്രായുധമാണ്. അപ്പോൾ അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ദുആ ചെയ്യുന്നതുകൊണ്ട് എന്താ കാര്യം? അപ്പോൾ ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് അതാണ്. ദുആ കാരണമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങളോട് പറഞ്ഞു, അപകട സാഹചര്യങ്ങളെത്തിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ളത് ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ സന്ദർഭങ്ങളിൽ അള്ളാഹു ഉദ്ദേശിച്ച പരീക്ഷണങ്ങൾ തടയപ്പെടുന്നതാണ് എന്ന്. ഏതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങളും ഗുണങ്ങളും ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതങ്ങളുടെ കലവറയായ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ദിക്റുകളും ദുആകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു നമുക്കെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും
ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.